ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. കുറേ നാളായാലും നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ ക്ലാസ്സും മറ്റും ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ഇത്ര ലേറ്റ് ആയി. ഇനി ഒരു മാസം എനിക്ക് ലീവ് ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്ന അത്രത്തോളം ഞാൻ വീഡിയോ ഇടും. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയായി നിൽക്കുകയാണ്, ഒരിടം വരെ പോവാണ്. അത് വേറെ എങ്ങോട്ടും അല്ല, ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിച്ച ഒരിടമാണ്. ഓച്ചിറ അമ്പലത്തിൽ പോകണമെന്ന്. ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അച്ഛനില്ല, അച്ഛൻ ജോലിക്ക് പോയി. അതുകൊണ്ട് അമ്മയും ഞാനും അനിയത്തിയുമാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആ ബസ് കയറി ആ തല തിരിഞ്ഞ് പോയത് നോക്കണ്ട, അത് ഈ വീഡിയോ എടുത്തതിൻ്റെയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും രണ്ടാമത്തെ ബസ് കയറി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോയി. അമ്മയും മോളും ഓപ്പോസിറ്റ് സീറ്റിലും, ഞാൻ ഒറ്റയ്ക്കുമായി. പിന്നെ കാഴ്ചകൾ കണ്ടു പോകുന്നതിനോടൊപ്പം ബസ് നല്ല അടിപൊളി പാട്ടുകളുണ്ടായിരുന്നു കേട്ടോ. പ്രൈറ്റ് ബസ് ആയതുകൊണ്ട് എപ്പോഴും കാണുമല്ലോ. നമ്മൾ അവസാനം ലാസ്റ്റിലത്തെ ബസ് കയറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ വീണ്ടും മുഖത്തിന് ഒരു മാറ്റവും ഇല്ല. കാരണം അതൊക്കെ തന്നെയാണ്, വീട്ടിൽ വരാൻ താല്പര്യമില്ല. പിന്നെ യാത്ര മാറി മാറി ബസ് കയറിയതിൻ്റെ, രാവിലെ വിളിച്ചുണർത്തിയതിൻ്റെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ലാസ്റ്റ് അമ്പലത്തിലെത്തി, തൊഴുതിറങ്ങി. ഓക്കെ, അങ്ങനെ നോക്കിയപ്പോഴെന്താ സ്റ്റാള്. പിന്നെ നമ്മളെ വിടുവോ, നമ്മളെ ചാടി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് തിരിച്ച് നടന്നപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു മണ്ഡപമാണോ അവിടെ ഞാൻ അങ്ങ് ഇരുന്നപ്പോൾ ഒരു ആശ്വാസം, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളും. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ പോയി. അവിടെ വീണ്ടും കുറച്ചും കൂടി കാറ്റ്. ചൂടും കാറ്റ്, അതിൻ്റെ ഇടയ്ക്ക് നല്ല സുഖം. വീണ്ടും മൊട്ടം മേലോട്ട് നടന്ന് പ്രാന്ത് പിടിച്ചാണ്, എന്തിനാണോ എന്തോ. ആകെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. തിരിച്ചു പോകുന്നപ്പോൾ ഒരു മണ്ടത്തരം പറ്റിപ്പോയി. വേറൊന്നുമല്ല, ബസ് സ്റ്റോപ്പ് തെറ്റിപ്പോയി. വന്നിറങ്ങിയെടുത്ത് തന്നെ നിന്നു. തിരിച്ചു പോകേണ്ടത് നമ്മൾ. അങ്ങനെ തിരിച്ചു പോകാൻ അടുത്ത ബസ് സ്റ്റോപ്പിൽ ചാടിയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും മറ്റും കണ്ടപ്പോൾ അവൾക്കത് വാങ്ങിച്ചു കൊടുക്കാൻ അമ്മ കടയിൽ കയറി. അതും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ അടുത്ത ബസ് കിട്ടി. നമ്മൾ നേരെ വീട്ടിലോട്ട് വരുവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വീടെത്തി ഗൈസ്. അയ്യാ, സമാധാനമായി. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചൊന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരിക്കും അല്ലേ? എനിക്കങ്ങനെ വീടെത്തിയപ്പോൾ സമാധാനം. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, ഡ്രസ്സ് മാറണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ സ്റ്റോറിൽ കയറിയപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചില്ലായിരുന്നോ, ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് ഫസ്റ്റ് ഐറ്റം. ഞാൻ ഇട്ടിക്കുന്നതിൻ്റെ വേറൊരു മോഡലാണ്. ഇത് ദേവിയുടെ, ഇത് നോർമലായിട്ടുള്ള ഒരെണ്ണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഞാനിത് വാങ്ങി. സൂപ്പറായിട്ട്. പിന്നെ അടുത്തത് ക്ലാസ്സിനും മറ്റും പിന്നെ ഫ്രീ ആയിരിക്കും, നമുക്ക് തലയൊക്കെ വരി കെട്ടണമെങ്കിൽ എടുക്കാൻ വേണ്ടിയൊരു ബാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവക്കുള്ളൊരു ബാൻഡ്. പിന്നെ ഇവിടെ എന്തായാലും ആവശ്യമുള്ള സാധനമാണ്. പിന്നെ ഞാൻ എവിടെ പോലും തപ്പിപ്പിടിക്കും ഇപ്പോൾ. പിന്നെ എനിക്ക് ആവശ്യമാണ് ഇപ്പോൾ, എന്താണെന്നറിയത്തില്ല. അതുകൊണ്ട് പിന്നെയും വാങ്ങും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ളത്, 4 സാധനങ്ങൾ. വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഡ്രസ്സും മാറി വന്ന് കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയ മുന്തിരിങ്ങപ്പഴം അത് കഴുകി എല്ലാം സെറ്റാക്കി നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ടി വിയും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുമോ അവിടെ ഇരുന്ന് എല്ലാവരും കൂടി. മര്യാദയ്ക്ക് മുന്തിരിങ്ങയും കഴിച്ച് ടി വിയും കൊണ്ടുവരുന്ന ഞാനായിരുന്നു. ഒരു മഴ കാണാമല്ലോ എന്നും പറഞ്ഞ് പുറത്തോട്ട് വന്നത്. ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ മഴയുടെ പാട്ടിന് പോയി. നല്ലൊരു കാറ്റും ഉണ്ടായിരുന്നു കൂടെ, അതും അതിൻ്റെ പാട്ടിനെ പോയി. ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തൃശ്ശൂരും എന്തായിരുന്നു, നല്ല തിരണ്ട് കിടപ്പുണ്ടായിരുന്നു. ഇവിടെ അതുപോലെ വന്നിട്ട് പോയതാ. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും അതിൻ്റെതായ പാട്ടിന് പോയി. മഴക്കാറും ഇല്ല, നല്ല കാറ്റും ഇല്ല, മഴയും ഇല്ല. എന്തൊരവസ്ഥയെന്ന് ഓർക്കണേ. മഴ കാണാനൊന്ന് ഇറങ്ങി വന്നതാ. എപ്പോഴെങ്കിലും ഇപ്പം മഴ പെയ്യത്തുള്ളൂ. ഒന്നാമത് നല്ല ചൂട്, പുറത്തോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. 11 മണി തൊട്ട് 3 മണി വരെയുള്ള വെയിൽ കൊള്ളല്ലേ എന്നാണ് പറഞ്ഞേക്കുന്നത് ഒന്നാമത്തെ. അതുകൊണ്ട് നട്ടുച്ചയ്ക്കൊക്കെ ഇറങ്ങിപ്പോയി മനുഷ്യൻ കരിഞ്ഞ് പോകും. അതിന് വേറെ മാറ്റമൊന്നുമില്ല. മഴയുടെ പാട്ടിനും പോയി. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചായ കുടിക്കേണ്ട സമയത്ത് നമ്മൾ ചായ കുടിക്കാനും പോയി. അടുത്ത് നമുക്ക് ഒരിടം വരെ പോയിട്ട് വരാം ഗൈസ്. അവരുണ്ടെങ്കിൽ പോയി, ഞാൻ പുറകെ പോട്ടെ. അമ്മ തോണ്ട പോകുന്നു. ഇത് വേറൊന്നിനുള്ള പോക്കല്ല, കൊതുമ്പ് ചുട്ടും കണ്ടുപിടിക്കാനുള്ള പോക്കാണ്. അതെന്തിനാണ് ഞാൻ വഴിയേ പറയാം. അതുകൊണ്ട പോകുന്നു, റോക്കറ്റ് വിട്ടോ നമുക്ക്. ഇവിടെ എത്തിയപ്പോൾ അമ്മ അപ്പുറത്തോട് കറങ്ങിപ്പോയി. നമ്മളവിടെ വളയുമ്പോൾ അമ്മ അപ്പുറത്തോട് വളയും. വെറുതെ ഇവിടം വരെ വന്നു, ഇവിടെ ഇല്ല. ഇനി അടുത്തിടം വരെ പോകാൻ കഴിച്ച് നമുക്ക് അടുത്ത തപ്പി പിടിക്കാൻ പോവാം. അവിടെയെങ്കിലും കണ്ടാൽ മതിയെന്ന്. എന്തായാലും ഒരു നടത്തവും കൂടിയായി. വീട്ടിൽ ചുമ്മാ ഇരിക്കാതെ ഒന്ന് നടക്കാൻ ഇറങ്ങാം. തപ്പിപ്പിടിച്ച് പോവുക, കൂടെ നടന്നു പോവുക. എക്സസൈസുമായി, കണ്ടുപിടുത്തമായി. ഇതാ പോകുന്നു രണ്ടുപേരും കൂടി.
അമ്മാമ്മയുടെ കണ്ടത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പഴയ അക്കൗണ്ടിൽ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്കൊരു നല്ല അടിപൊളി കഴിച്ച് കാണിച്ചിട്ടാണ് ഗൈസ്. എന്നെ 10ാം ക്ലാസ് പഠിപ്പിച്ച ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ വീട്ടിൽ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന കുറച്ച് നല്ല നല്ല പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടേക്ക് നല്ല എന്താ പറയുക, ഒരു ഭംഗി ഉള്ള സ്ഥലം ഇവിടെ ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്തോരം പൂക്കളാ. ഇത് കണ്ട എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ കുക്കു ചേച്ചി പറിച്ചുകൊണ്ട് പോവും. ചേച്ചിക്ക് പൂവെന്ന് വെച്ചാൽ ഭയങ്കര പ്രാന്ത. ഞങ്ങളുടെ പഠിക്കുന്നിടത്ത് എവിടെ ചെടി കണ്ടാലും ചേച്ചി പറിച്ചുകൊണ്ട് പോകും. നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ അവിടെ പൂ നിൽക്കുന്ന കണ്ടാൽ പറിച്ചുകൊണ്ട് പോകും. അടൂർ ഒരു ദിവസം ഞങ്ങൾ സ്റ്റാൻഡിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഒരു 10 മണിയുടെ പൂവുണ്ട്. 10 വരെ ചേച്ചി പറിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് നട്ടു. ഞാൻ ചേച്ചിയുടെ വീട്ടിലൊരു ദിവസം പോയപ്പോൾ അവിടെ അത് വളർന്ന് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയെ ചോദിച്ചു, ചേച്ചി ആ 10 മണിയാണോ ഇത്? അതേന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം ഞങ്ങൾ എന്തുവായിരുന്നു ടൂറ് പോയപ്പോഴും കുറേ പൂക്കളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അവിടെ ആ പൂ നിപ്പുണ്ട്, പറിക്കാമോ? ഞങ്ങൾ വേണ്ട ചേച്ചി, അവിടെ എഴുതി വച്ചിട്ടുണ്ട് പൂ പറിക്കരുതെന്ന്. എന്നാൽ തൊടുന്നില്ല. സങ്കടമായി പോയി പാവത്തിന്. ഷോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് കണ്ടെത്തി എത്തി ഗൈസ്. ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും.